ഓക്കെ, അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാം അമ്മയും മോനും മീനുമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. തോമസും ജെസ്സിയും. അതുകൊണ്ട് എനിക്ക് കൊഞ്ച് മാത്രം മതി. 100 രൂപയുടെ കൊഞ്ചിട്ട്. നമ്മൾ ജെസ്സി കരിക്കാടി എന്നാണ് പറയുന്നത്. വേണ്ട വേണ്ട, കരിമീനൊക്കെ വേണ്ട. ഇന്ന് കൊഞ്ച് വെച്ചാലും നമുക്കൊരു വിഭവം ഉണ്ട്. വേണ്ട, എന്നാ പൈസ വേണ്ടേ? അത് തന്നെ. ശരി. ഇപ്പൊ ഒരു സഹായമാണ് എൻ്റെ നാത്തു. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ശ്യാമള നാത്തൂൻ. ഒരു ഹായ് പറയടേ. ചെറിയ കൊഞ്ചാണ്, കരിക്കാടി എന്ന് പറയുന്ന കേട്ട്. ഈ കൊഞ്ചിട്ട് നമുക്കൊരു വിഭവം ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. നമുക്കിത് വൃത്തിയാക്കി കൊണ്ടുവരാം. നോക്കെ, കൊഞ്ച് ഇത്രയുണ്ട്, തോട് ഇത്രയുണ്ട്, ഇത്രയേ ഉള്ളു. തൊലിച്ച് വന്നപ്പോൾ എങ്കിലൊരു 100 രൂപയ്ക്ക് ഒരു ലാഭം പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മൾ ജെസ്സിയുടെ ഞാൻ ഇങ്ങനെ പിണങ്ങി മേടിക്കും. നമുക്ക് പിണങ്ങിയൊക്കെ മേടിക്കണം കേട്ടോ. ഏത് സാധനവും നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കണം. ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നിടത്ത് അപ്പം നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും. തരാം കേട്ടോ. ഈ നരമ്പൊക്കെ എടുക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇതിൻ്റെ മുതുവിനുള്ളേ അത് എടുത്തിട്ട്, ഏത് ചെറിയ കൊഞ്ചായാലും നമ്മളത് എടുത്തിട്ട് വേണം നമ്മൾ പാചകം ചെയ്യാൻ കേട്ടോ. നമ്മളെ കൊഞ്ചൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുതുവിലുള്ള നാരെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മൾ നല്ലതുപോലെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഞാനത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പരിപാടിയിലോട്ട് പോകാം. നമുക്കിനി ഇതിന് വേണ്ട സാധനങ്ങൾ കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കൊച്ചുള്ളി എടുക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ സവാള ആയാലും മതി. കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമുക്ക് തൊലിച്ചുകൊണ്ട് വരാം. ഓക്കെ, നമുക്ക് പരിപാടിയിലോട്ട് പോകാം. ഈ ഉള്ളിയാണെങ്കിൽ നമ്മൾ വലുതായിട്ട് തൊലിച്ചിട്ട് ഈ ഉരലിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നാത്തൂൻ്റെ ഞാൻ കൊണ്ടുകൊടുത്തത്. നാത്തൂന് അപ്പുറത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, ശ്യാമള, ഇളയ നാത്തു ചേട്ടൻ്റെ ഇളയ പെങ്ങളാണ്. അപ്പോൾ അവിടെ ഞാൻ കൊണ്ടുകൊടുത്തപ്പോൾ അയാൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം കേട്ടോ. അതുകൊണ്ട് എളുപ്പമായി, നമുക്ക് വലിയ ഇടിയൊന്നും ഇടിക്കേണ്ടി വരത്തില്ല കേട്ടോ. അപ്പം നമുക്കിത് ഈ ഉരലിലിട്ട് ചതച്ച് കൊണ്ടുവരാം. എല്ലാവർക്കും എൻ്റെ നവനീത ബ്ലോഗ്സിലോട് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ വിഭവം ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഒരു കൊഞ്ച് വെച്ച് ഒരു നല്ല ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അല്ല അപ്പം ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചുകൊണ്ട് വരാം. കാരണം എല്ലാ സാധനങ്ങളും കൂടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഉരലിലിട്ട് ചതക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഇതിപ്പോൾ എൻ്റെ നാത്തൂൻ എന്നെ സഹായിച്ച്, കൈ വയ്യാത്തതുകൊണ്ട് അപ്പുറത്തുണ്ടല്ലോ എൻ്റെ ഇളയ നാത്തൂൻ ശ്യാമള. അപ്പം അയാൾ എനിക്ക് സഹായിച്ച് തന്നത് കൊണ്ട് ഞാൻ ഇത് എളുപ്പമായി എനിക്ക്. ഈ നല്ലോണം പെട്ടെന്നൊക്കെ ചതച്ചെടുക്കാമല്ലോ കേട്ടോ. നമുക്കിതൊരു ഈ ഉരലിലോട്ട് ഇട്ടിട്ട് നമുക്കിത് ചതച്ചെടുക്കാം. ആദ്യം നമ്മൾ ഇപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് ചതയ്ക്കാം. ഇതിനകത്ത് എല്ലാം അയാൾ ഒന്നിച്ചങ്ങ് അരിഞ്ഞ് വെച്ചതുകൊണ്ട് അപ്പം നമുക്കിത് നല്ലതുപോലെ ചതച്ച് കൊണ്ടുവരാം.
അതിനകത്ത് ബാക്കിയും കൂടെ ഞാൻ ഉരലിലിട്ട് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ. ഉള്ളി നമുക്ക് കൊച്ചുള്ളി ആണെങ്കിൽ തോനയും വേണം, ഒരു ബൗളോളം വേണം കേട്ടോ, തോനയും വേണം ഉള്ളി. ഇത് ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പം ഇതെല്ലാം കൂടെ ഇങ്ങനെ അരിഞ്ഞെടുത്ത കുറേ നമുക്ക് വേണം കേട്ടോ. ഉള്ളി അത്രയും കൂടുന്ന അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിത് ഒന്നുകൂടെ ഇതിനകത്തിട്ട് ചതച്ചുകൊണ്ട് വരാം. കാരണം നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചത് കൊണ്ട് വളരെ എളുപ്പമായി കേട്ടോ. നമുക്കൊന്ന് ചെറുതായിട്ടും കൂടെ അരച്ചുകൊണ്ട് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കി എടുത്താലും മതി കേട്ടോ. ഇപ്പൊ ഇങ്ങനെ അരിഞ്ഞതുകൊണ്ട് എനിക്ക് എളുപ്പമായി. നിങ്ങളിങ്ങനെ അരിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇതിന്റെ കുരലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ഒന്ന് ചതച്ചെടുത്താൽ വളരെ എളുപ്പമാകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് മൂത്തും കിട്ടും കേട്ടോ. ഉണ്ടല്ലേ, ഒരുവിധം നമുക്ക് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചതച്ച് ചേർക്കാം കേട്ടോ. കുറച്ച് ഇതിനകത്തൊന്ന് മാറ്റാം. ചതച്ചത് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളിയും കൂടെ അതിനകത്ത് ഇടാം. ഈ കറി എന്നെ വെക്കാൻ പറഞ്ഞത് എന്റെ നാത്തൂന്. എല്ലാവരും വെക്കുമായിരുന്നു. എന്റെ മൂത്ത നാത്തൂന് ഒക്കെ എല്ലാം അപ്പുറത്തുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് മിണ്ടാനും പറയാനും ഒക്കെ ആളുകളുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലോട്ട് വരി. ഇനി നമുക്ക് നമ്മളുടെ ചട്ടിയിൽ തീയൊക്കെ പറ്റിക്കാം. കാറ്റുണ്ട്, ഞാൻ പോയി ജനൽ അടച്ചിട്ട് കേട്ടെ. ഇവിടെ ജനൽ അടയ്ക്കാം. ഞാൻ ഇതിനകത്തൊരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്തി അടയ്ക്കാൻ പാടായിട്ട് ഞാൻ ഈ ജനലിൽ ഒരു കയറ് കെട്ടിയാണ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. കാറ്റ് കാരണം നമുക്ക് തീ അണഞ്ഞു. നമുക്ക് തീ പറ്റിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നല്ലേ? എന്റെ വീഡിയോ എല്ലാം നിങ്ങൾ കാണണം. ഞാന് ഒരു നമ്മളെ സെലിൻകുട്ടി എന്തുവാണ് മാങ്ങ ജ്യൂസ്. ഓ മാങ്ങ ജ്യൂസ്. ഇത് എങ്ങനെ ആക്കിയാ ചെയ്യുന്നത്? പച്ചമാങ്ങ വെച്ചുള്ള ജ്യൂസാ. ഞാൻ എന്റെ നാത്തൂന് അടിച്ചോണ്ട് വരുവാ. നാത്തൂൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നാക്കി താണ്ടെ നമ്മളെ സെലിൻകുട്ടിയുടെ കയ്യിൽ കൊണ്ടുവരും കേട്ടാ. ഞാൻ ഇതിന്റെ റെസിപ്പി നിങ്ങളെ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോ ചൂടൊക്കെയല്ലേ വരുന്നത്. അപ്പൊ നമുക്കത് കാണിക്കാം. ഞാനത് കുടിച്ചു നോക്കണ്ട്. കുടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പച്ചമാങ്ങയും കേട്ടാ. സൂപ്പർ. ഞാൻ എന്തായാലും ഇത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. ശരി, ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത് ചേട്ടനായിരിക്കും അല്ലേടെ? ഓക്കെ. ഞാനിത് ചേട്ടനുള്ള അടച്ചു വെക്കട്ടെ. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെയൊക്കെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം കേട്ടോ. ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ കൊഞ്ചിക്ക് ചെറിയ കൊഞ്ചാണ് ഏറ്റവും നല്ലത് കേട്ടോ. വലുതിനെക്കാട്ടിയും
ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ചെറിയ കൊഞ്ചാണ്. നമ്മളിതെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇയാളെയും നമുക്ക് ഒരു കാര്യം ചെയ്യണം കേട്ടോ. കറിവേപ്പിലേക്ക് വെച്ചേക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഊരി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിനകത്തോട്ട് വെക്കും. നമ്മുടെ എണ്ണ ഇവിടെ അനന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ടു. നമുക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് തീ നല്ലോണം കുറയ്ക്കണം. ഇനി നമ്മൾ വേണ്ട, ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്ത് നിങ്ങളടുത്ത് പറയാൻ വേണ്ടി. നമ്മൾ ഈ എല്ലാം കൂടെ ഞെവിടി വെച്ചിരിക്കുകയാണല്ലോ. ഇഞ്ചി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ, ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വേണ്ടേ, ഈ കൊഞ്ചും കൂടെ നമുക്ക് ഈ ഞെവിടി വെച്ച കൂട്ടിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ? എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ. ചെയ്തിട്ടുണ്ട്. വേണ്ടല്ലേ, കൊഞ്ചും നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൈയൊന്ന് കഴുകിയിട്ടെ. ഓക്കെ, ഈ ഓഫ് ആയതുകൊണ്ട് ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. ഈ കൊഞ്ചും ഈ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിന്ന് ആവിയിൽ, കാരണം നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആവിയിൽ നമുക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇതിങ്ങനെ വെന്ത് വരട്ടെ. നമുക്ക് ഇതിനകത്ത് കുറേ കൂട്ടുകളും കൂടെ ചേർക്കാനുണ്ട്. ഓക്കെ, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഓക്കെ, നമ്മുടെ കൂട്ട് നല്ല ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ഞാനിതിൽ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. അത്രയും തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നു. 1 സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നു. നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി ഒരു ചെറിയ സ്പൂൺ ചേർക്കുന്നു. നമ്മൾ ചേർക്കുന്നത് ഉപ്പ് പരലാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. എരിയൊക്കെ എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ഈ അടച്ച് വെച്ച് നമുക്ക് നല്ലതുപോലെ നല്ല ഉള്ളിയും തക്കാളിയും എല്ലാം ഇതിനകത്ത് നല്ലതുപോലെ മിക്സ് ആവണം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. ഫുള്ളായിട്ടുണ്ടല്ലേ, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടച്ച് ഇരുന്ന് വേവട്ടെ. ഇതിലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരുവിധമൊക്കെ ഉള്ളികളെല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ. അല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലേ. നമുക്ക് ഇച്ചിരി ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുരുമുളകാണ് ഇച്ചിരി തോനെ ചേർക്കേണ്ടത് കേട്ടോ. മറ്റേ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഞാൻ മുളക് പൊടിയെക്കാട്ടി കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കേട്ടോ. നല്ല മണമൊക്കെ വരുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം മൂത്തേൻ്റെ എത്തി നമുക്കതിങ്ങനെ ഈ ഇത് തന്നെ കൂട്ടി നമുക്ക് ഒരുപാട് ചോറ് കിട്ടും കേട്ടോ. ഇങ്ങനെ നമ്മൾ തീ കുറച്ചിടാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാം സുഖമായിരിക്കുന്ന?
ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ പരിപാടി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാൻഡേജൊക്കെ എടുത്തിടും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇച്ചിരി കടുത്ത ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൈക്കൊരു വേദനയൊക്കെ അനുഭവപ്പെടും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പെണ്ണുങ്ങൾക്കുള്ളൊരു ജോലി എന്തുവാണ്? പാത്രം കഴുകൽ. രാവിലെ തൊട്ട് തുടങ്ങുന്നത് ചായയുടെ തൊട്ട് വൈകുന്നേരം രാത്രിയിൽ നമ്മൾ അത്താഴം കഴിയുന്നത് വരെ നമുക്കുള്ളൊരു ഡ്യൂട്ടിയാണ് പാത്രം കഴുകൽ. അതൊരു വല്ലാത്ത ജോലി. ഇപ്പം എനിക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് പാത്രം കഴുകാനൊക്കെ. നിങ്ങൾ എനിക്ക് ദേഷ്യം തോന്നും. എനിക്ക് നല്ല ദേഷ്യമൊക്കെ വരും. ഞാനാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അപ്പോഴേ മറുപടി കൊടുക്കും. അപ്പം നിങ്ങൾ ശരിക്കും ഞാനിങ്ങനെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറഞ്ഞിരിക്കണം. അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ആര് പറഞ്ഞാലും ശരി, നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റാണെങ്കിൽ അതിനെ പ്രതികരിക്കാൻ കുഞ്ഞുങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിക്കണം. അതായത് നോ പറയേണ്ടത് നോ തന്നെ പറയണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ കറി എന്തുവായെന്ന് നമുക്കൊന്ന് നോക്കണം കേട്ടോ. ഇങ്ങനെ നമ്മളെ അരപ്പുകളെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അരപ്പൊക്കെ പിടിച്ച് നമുക്ക് കൊഞ്ചായിട്ട് വലുതായിട്ട് നമുക്ക് വേവിക്കണ്ട. ഉള്ളി അരികി നമ്മളെ തക്കാളി അങ്ങനെ എല്ലാം നല്ല ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു വസ്തുവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒന്ന് ശരിയാക്കിക്കൊണ്ട് വരാം. തേങ്ങാക്കൊത്തും കൂടെ ഇടുന്നതായിരുന്നു. ഞാനത് മറന്നുപോയി കേട്ടോ. കൊള്ളാം, നല്ല പുരട്ടി വന്നിട്ടുണ്ട്. ശകലം കൂടെ ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ കൊഞ്ചി ദാണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. നമുക്ക് ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് തിന്നാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ മസാലപ്പൊടി ചേർക്കണമെങ്കിൽ മസാലപ്പൊടി ചേർക്കാം. ഞാനിത് മസാലപ്പൊടിയൊന്നും ചേർക്കുന്നു. ഇനി അതിനകത്ത് ഒരു വസ്തു കൂടി ചേർക്കും ഞാൻ. പിന്നെ ഇനി തേങ്ങ ഇച്ചിരി എന്തായാലും ഞാനിച്ചിരി ഇതിനകത്ത് ഞാൻ മൂപ്പിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടാൻ മറന്നു. ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയല്ലേ? കറണ്ട് പോകും. ഇത് എന്താ കറി റെഡിയായി. എന്താ ചതച്ചിട്ട് വെച്ച കൊഞ്ച് റോസ്റ്റ്. ഉപ്പൊക്കെ നോക്കി എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി തന്നെ കിടക്കട്ടെ കേട്ടോ. കറണ്ട് പോയല്ലോ. തീ ഓഫ് ചെയ്യാം. കറണ്ട് വന്നു കേട്ടോ. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടില്ലേ, എല്ലാം നല്ലോണം അഴുകി ചേർന്നിട്ടുണ്ട്. കൊഞ്ച് വലുതായിട്ട് ഇച്ചിരി തേങ്ങയും കൂടെ വറുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അതുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇച്ചിരി നമ്മൾ ആ സോസും കൂടെ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ആ മധുരം നമ്മളെ കുരുമുളകിൻ്റെ അരി ഇച്ചിരി മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്ത് എളുപ്പമല്ലേ? നമ്മളെ പാചകം പെട്ടെന്ന് തന്നെ റെഡി ആയില്ലേ. എണ്ണ വേണ്ടാത്തവർക്ക് എണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് തട്ടിപ്പൊത്തി അരപ്പെല്ലാം കൂടെ ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് മൂപ്പിച്ച് നമുക്കൊരു പച്ചക്കായും മുരിങ്ങക്കായും കൂടെ ഇട്ടൊരു തോരൻ വയ്ക്കാം. നമുക്ക് പച്ചക്കായ നമുക്ക് വെയിറ്റ് എടുക്കല്ലേന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി എണ്ണ ഇച്ചിരി തോനെ ഒഴിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തീ വളരെ കുറച്ചിട്ടേക്കണം. നമ്മളുടെ കൊഞ്ചിന് ഒരു ശകലം തേങ്ങ ഇതിനകത്തിട്ടൊന്ന് മൂപ്പിക്കാം. നല്ല രസമായിരിക്കും കേട്ടോ. തീ കുറച്ചിട്ട് ഇവിടെ തേങ്ങാക്കൊത്ത് ഇവിടെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചോറ് ഇവിടെ മുരിഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് കൂടെ നമുക്കൊന്ന് ചവയ്ക്കാമല്ലോ. തേങ്ങാക്കൊത്ത് മൂപ്പിച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളുടെ കണ്ട കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാം. നമുക്ക് ഇച്ചിരി ക്രഷ്ഡ് മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കൊഞ്ചിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട കളർഫുള്ളായിട്ടുണ്ടല്ലേ. നമുക്ക് അതേ ഇരുമ്പട്ടി തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടി വരട്ടെ. ഇതിലേക്ക് നമ്മൾ സവാളയും മുരിങ്ങയ്ക്കയും അരിഞ്ഞതും പച്ചക്ക വെള്ളത്തിൽ അരിഞ്ഞിട്ടതും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിന്ന് കൊഞ്ച് ചതച്ചിട്ട് വെച്ച് റോസ്റ്റും പച്ചക്കായും മുരിങ്ങയ്ക്കായും ഇട്ട് വെച്ച് തോരനും കൂടെ. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ ഓക്കെ അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കെല്ലാം നന്മ നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, ആരോഗ്യം നിറഞ്ഞ ഓരോ ദിനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. തോരൻ ചാപ്പാട് കഴിക്കാനുള്ള ആളെത്തി. അതായത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അല്ലേ, എൻ്റെ നാത്തൂൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞു തന്നെയാണ്. നല്ല ടേസ്റ്റ്, അടിപൊളി. ഉള്ളതാണോ പറയുന്നത്? സെല്ലിനും കൂടെ കൊടുത്തിരി. സെല്ലിന്, നമ്മുടെ സെല്ലിനാണ് അടിപൊളി. ഓ, എൻ്റെ നാത്തൂന് അങ്ങനെ ഒന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. കഴിക്കണേ കൂടെ എന്നെ കളിയാക്കുന്ന ഒരു ഇതാള്. കഴിക്കുന്നതിന് മുമ്പേ അവള് അഭിപ്രായം പറയുന്നു. എന്തോടെ അവളെന്താന്നറിയാം, നേരത്തെ ഇച്ചിരി ടേസ്റ്റ് നോക്കി കേട്ടാ. ഇത് വേണ്ട, കൊഞ്ച് കഴിക്കാത്ത ഒരാളാണ്, നമ്മളെ ശ്യാമളയുടെ അടുത്ത ആളാണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ എന്താ പറഞ്ഞ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. ഉള്ള കണ്ട എൻ്റെ നാത്തൂൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തൊന്നുമില്ല കണ്ടാ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇപ്പോഴത്തെ സമയം പോകുന്നതൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി, നമ്മളുടെ ഊണൊക്കെ റെഡിയായി. നമ്മളെ ചോറ്, നമ്മളെ ചതച്ചിട്ട് വെച്ച കൊഞ്ച് റോസ്റ്റ്, മുരിങ്ങയ്ക്കയും പച്ചക്കായും സവാള ഇട്ട് വെച്ച തോരൻ, പച്ചമോര്, ചമ്മന്തി വറുത്തത്, മുളക് വറുത്തത്. ഇത് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടിന് ഇത്രയും കൂടെ ഉള്ളു. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ BP ഒക്കെ ഉണ്ട്, എന്നാലും ഇടയ്ക്ക് ഒന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു രസമാണല്ലോ. വാടിയ മാങ്ങ വെച്ച് ഇട്ട അച്ചാറ്, നാരങ്ങ. ഇന്നത്തെ ഊണ് വളരെ കുശാലല്ലേ. ഞാൻ വലിയ പണക്കാരിയൊന്നും അല്ല കേട്ടോ. വീട്ടിലുള്ള വസ്തുക്കൾ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇന്ന് എനിക്ക് ഇച്ചിരി എല്ലാം ചെയ്യണമെന്ന് തോന്നി. ചിലപ്പോൾ എനിക്ക് ഒരു കറി മാത്രം വയ്ക്കാനേ തോന്നും, മോരൊന്നും കാച്ചിയില്ല. അപ്പം ഇന്ന് നമ്മളുടെ ഊണ് നമുക്ക് കുശാലാക്കാം കേട്ടോ. ഇത്രയും വിഭവങ്ങളൊന്നും കൂട്ടിയല്ല ഞാൻ എന്നും കഴിക്കുന്നത്. ചിലപ്പോൾ ഒരു കറിയും ഒരു രസവും മാത്രമേ കാണത്തുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ഒരു വിഭവസമൃദ്ധമായ ഒരു സദ്യ ആക്കി തരാമെന്ന് വിചാരിച്ച്, സദ്യ അല്ല, ഒരു ഊണ്, ഉച്ചയൂണ് റെഡിയാക്കി തരാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ചോറൊക്കെ വിളമ്പട്ടെ. ചേട്ടൻ വരാറായിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് റോസ്റ്റ് അടിപൊളിയാണ്. നിങ്ങളെല്ലാം ചെയ്തു നോക്കണം കേട്ടോ. നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതും കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം.
കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളുടെ പച്ചക്കായും മുരിങ്ങയ്ക്കായും ഇട്ട് വെച്ച തോരൻ. ചമ്മന്തി ഇത് ഇന്ന് രാവിലെ ഇവിടെ അപ്പമായിരുന്നു കേട്ടോ, അപ്പത്തിനാക്കിയതാണ്. അപ്പോൾ അതൊരു സൈഡിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ അപ്പം റെസിപ്പി ഒന്നും കാണിച്ചില്ലല്ലേ? ഞാൻ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ സൈഡിൽ വയ്ക്കാം. ഓ, ഇന്നത്തെ ഊണ് എന്തൊരു കുശാല. നിങ്ങൾ എൻ്റെ കൂടെ വരണേ കഴിക്കാനായിട്ട് കേട്ടോ. ഞങ്ങളിത് ഈ വാടിയ മാങ്ങ, വാടിയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്മെല്ലൊന്നും ആയില്ല. അത് ഞങ്ങൾ ഇങ്ങനെ അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് സാധാരണ നമ്മൾ കടുമാങ്ങ ഇടുന്നത് പോലെ ഇട്ടതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ഊണ് നല്ല കുശാലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പുറത്തുനിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്തങ്ങയും വൻപയറും കൂടി ഇട്ട് വെച്ച് തോരൻ വെച്ചത് കൊണ്ടുവന്നു. എനിക്ക് നല്ല ഇതേ മോരാണ്, മോര്. നമുക്ക് കഴിക്കാം. ഞാനെൻ്റെ കൊഞ്ച് പൊട്ടി, കൊഞ്ച് റോസ്റ്റ്, കൊഞ്ച് ചതച്ചിട്ട് റോസ്റ്റ് ചെയ്ത ഇതാണ്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കഴിക്കാം. അടിപൊളി. കഴിക്കാൻ ആളുണ്ട് കേട്ടോ. അപ്പം ഞാനിത് നല്ല രസമുണ്ട് കേട്ടോ. നാത്തൂനൊക്കെ കൊടുത്ത്. ചെറിയ കൊഞ്ചാത്. ആദ്യം ഞാൻ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കൊഞ്ചൊന്നും ഒരുപാട് വേവണ്ടല്ലോ, മാത്രം കഴിച്ച് നമുക്ക് എന്താ കാണുന്നോ. ഒരാൾ കഴിക്കുന്നു. ഞങ്ങളുടെ ശാപ്പാടൊക്കെ കഴിക്കട്ടെ. ഇരിയുടെ ഫീലിങ്സൊക്കെ മാറാനായിട്ട് നമ്മൾ ആ തക്കാളി ടൊമാറ്റോ സോസ് ചേർത്തത് കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ മാങ്ങ, വാടിയ മാങ്ങ ഉണ്ടച്ചിട്ട കിണ്ണ ടേസ്റ്റ്. അപ്പുറത്തു നിന്നൊന്നുണ്ട കൊണ്ടുവന്ന മത്തങ്ങയും പയറും അടിപൊളി. അത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വലിയ കാശാരിയൊന്നും അല്ല കേട്ടോ. ഉള്ളത് ഇവിടെ ഇരുന്നെല്ലാം നിങ്ങളെ ഒന്ന് പ്രദർശിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കെല്ലാം നന്മ നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, ആരോഗ്യം നിറഞ്ഞ ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഓൾ. താങ്ക്സ് ഗോഡ്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് ഗോഡ്.